ഫേമസ് ആണ്. ഗൈനക്കോളജിസ്റ്റ് ആള് ഭയങ്കര ഏത് പ്രസവത്തിൻ്റെ ഏത് നമ്മുടെ ഈ ലൂർദ് ഹോസ്പിറ്റലില്ലേ ചെറുപ്പത്തിലെ ജോറാണ്. അപ്പോൾ ആൾ എത്രയോ പ്രസവം ഏത് മറ്റേ ഏത് പ്രസവം പിന്നെ ഒച്ചയുണ്ടാ അത് നോക്കുന്നുണ്ടാ. അപ്പോൾ അതെല്ലാം ഒരു കേസ് വന്നു. അപ്പോൾ ഡോക്ടർ നേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു ആ ഒരു കേസ് കണ്ടിരിക്കുന്നു. ഇയാൾ ഓട്ടി ലേബർ റൂമിൽ വന്ന് കടി കയ്യാ പുറത്തേക്ക് വന്നു. ഒരു പെണ്ണുങ്ങൾ പ്രസവിക്കുമ്പോൾ ഫസ്റ്റ് വന്ന് കൈ സാധാരണ തലയാ വരുന്നുണ്ട്. അറിയാം അതിനെപ്പറ്റി എന്തെന്നറിയാം. അല്ല നീ പക്ഷെ തലയാറുണ്ട്. ഇത് വന്ന് ഡോക്ടറെ ഞാൻ എത്രയോ 10-30 കൊണ്ടായിരിക്കും ഈ കേസ് ഇത് ലേബർ റൂമിൽ ഓപ്പറേഷനായിട്ടും കയറി ഒരു കൈ ഇങ്ങനെ പുറത്തേക്ക്. ഇയാളെ ചങ്ങായി അന്നേരം പറഞ്ഞു ഡോക്ടർ ടെൻഷൻ. ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഇവരെ വൈദ്യുതി മൊത്തം പരിശോധിക്കുന്നു. ഇങ്ങനെ വന്നു ഡോക്ടർ ഇന്ന് ഇയാളെ ഇതാകെ ചരിസം പോകുന്നു. എൻ്റെ ഇത്രയും ഞാൻ ഒരു 20-30 കൊല്ലായി ഇത് ഞാനിങ്ങനെ ലേബർ റൂമിൽ ഇത് കൈ വന്നു കയ്യാവുന്നതല്ലേ. ചങ്ങായി വെറും എരപ്പത്തി ചളിപ്പിച്ചാളി വെറും അച്ചുമണ്ട ബഗട്. ഇതൊന്നും ഒരു വിഷയമല്ല ഡോക്ടറെ. നിങ്ങൾക്കൊന്ന് ചെയ്യാൻ പറ്റി നിങ്ങളൊന്നും എന്നെ ലേബർ റൂമിൽ കയറ്റി കൊണ്ടു ഒരു വിഷയമല്ല. നോക്കുമ്പോൾ ലേബർ റൂമിൽ കയറ്റി ഒരു കൈ പുറത്തേക്ക്. ചങ്ങായി പറഞ്ഞു ഡോക്ടറെ ഇതൊരു വിഷയമല്ല. നിങ്ങൾ ഇങ്ങനെ വിഷയമല്ല എന്ന് പറഞ്ഞാൽ ഇത് കാര്യങ്ങൾ ഞങ്ങട്ടെ സാധാരണ ഇത് തലയാന്ന് പുറത്തേക്ക് വരണം. ഇത് കയ്യാ പുറത്തേക്ക് വരും. ചേട്ടാ വേണം കേട്ടോ. ഇനി എനിക്ക് ജീവിതത്തിൽ കാര്യങ്ങളില്ല. അവൻ എന്താക്കിയ കാര്യ ഒരു സിഗരറ്റ് എടുത്ത് പറ്റിച്ചു ആ കയ്യിലെ പുറത്തേക്ക് വരി നിന്റെ കയ്യില് സിഗരറ്റ് വലിക്കുമ്പോ നീ വലിക്കൂലേ? ഇത്രേ ഇല്ലു കുഞ്ഞി ഒറ്റ വലി. ഇതാണ് പോനെ പഠിപ്പ്. ഇതാണ് ഇത് വലിയ അങ്ങ് മറ്റേ ചൊവ്വയിലും ആഫ്രിക്ക കാലിഫോർണിയയിലും പോണ്ട. ഇതെല്ലാം യുക്തി ബോധം കുറച്ച് വേണം. കുറേ പറയണ്ടേ എല്ലാം ഞാൻ പറഞ്ഞില്ല. പറഞ്ഞിട്ടല്ലേ ഞാൻ എൻ്റെ പണി. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞു ഒന്ന്